ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ ഒരു സിമ്പിൾ റെസിപ്പിയാണ് കാണിക്കാൻ പോകുന്നത്. കുറച്ച് കപ്പ കിട്ടിയേ, അതൊന്ന് വേവിച്ചെടുക്കാം. അതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. പോകാം റെസിപ്പിയിലേക്ക്. കപ്പ ഞാൻ ക്ലീൻ ചെയ്ത് കഴുകി ചെറിയ പീസായിട്ട് കട്ട് ചെയ്ത് കുക്കറിൽ ഇട്ട് വെച്ചിട്ടുണ്ട്. ഇത് ഞാൻ കുക്കറിലാണ് വേവിച്ചെടുക്കുന്നത്. കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട്, പച്ചമുളക് എടുത്തിട്ടുണ്ട്, വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്, കറിവേപ്പില എടുത്തിട്ടുണ്ട്. ഈ കപ്പയൊന്ന് വേവിച്ചെടുക്കാമേ. ഇതിലേക്ക് ആവശ്യത്തിലുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാമേ. ഇനി ഇതൊന്ന് വേവിച്ചെടുക്കാമേ. ഇതിപ്പോൾ ഞാൻ കുക്കറിൽ വെച്ച് ഒരു വിസിലൊന്ന് അടുപ്പിച്ചെടുക്കുകയാണ്. എന്നിട്ട് ഈ വെള്ളം അങ്ങ് മാറ്റുവേ. ഈ വെള്ളം മാറ്റിയിട്ട് വേറെ വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാൻ അങ്ങനെയാണ് ആദ്യം തിളയ്ക്കുമ്പോൾ ഈ വെള്ളം അങ്ങ് മാറ്റിയിട്ട് വേറെ വെള്ളം ഒഴിച്ചു കൊടുക്കുവേ. ഇത് തേങ്ങ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. വെളുത്തുള്ളിയെ ഇതും കൂടി ഇട്ട് കൊടുക്കുകയാണ്. പച്ചമുളക്, ഈ പച്ചമുളകിന് പകരം വറ്റൽമുളക് അരച്ചു കൊടുത്താലും മതി. ഞാനിപ്പോൾ പച്ചമുളകാണ് എടുത്തിരിക്കുന്നത്. ഇതും കൂടി ഇട്ട് കൊടുക്കുകയാണ്. കുറച്ച് കറിവേപ്പില, 1/4 ടീസ്പൂൺ മഞ്ഞൾ പൊടി, 1/4 ടീസ്പൂൺ ചെറിയ ജീരകം, അതും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഒന്ന് കറക്കിയെടുക്കാമേ. ഫൈനായിട്ടൊന്ന് അരയിൽ വെള്ളം ഒട്ടും തന്നെ ചേർക്കുന്നില്ല, ചെറുതായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇത് ഒരു വിസിൽ വന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് വെള്ളം കളഞ്ഞെടുത്തിട്ട് വേറെ വെള്ളം ഒഴിച്ചു കൊടുക്കാമേ. ഇതിലെ ഈ വെള്ളം കളഞ്ഞെടുക്കുകയാണ്. അതിലെ ആ വെള്ളം ഞാൻ കളഞ്ഞിട്ടുണ്ട്, വേറെ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം തിളച്ചിട്ടുണ്ട്. ഈ കപ്പയെല്ലാം വെന്തിട്ടുണ്ട്. ഇനി ഇതിലെ വെള്ളം കളഞ്ഞെടുക്കാം. ഇതിലെ വെള്ളം എല്ലാം കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങ ചേർത്ത് കൊടുക്കാമേ. തേങ്ങ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇതൊന്ന് അടച്ച് വെച്ച് കൊടുക്കാമേ. അടച്ച് വെച്ച് ഇതിൻ്റെ ഈ പച്ച ഫ്ലേവർ ഒന്ന് മാറാൻ വേണ്ടി ഇതൊന്ന് അടച്ചു വെച്ച് ഒരു 2 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാമേ. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാമേ. ഇതെല്ലാം നന്നായി മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിലുള്ള കടുക് പൊട്ടിച്ച് ചേർക്കാമേ. ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കാമേ. കടുക് ഇട്ട് കൊടുക്കാമേ. കടുകെല്ലാം പൊട്ടി വന്നിട്ടുണ്ട്. കറിവേപ്പില, ചെറിയുള്ളിയും വറ്റൽമുളകും കൂടി. ഇതെല്ലാം നന്നായി മൂത്തിട്ടുണ്ട്. അതിന് ഞാൻ ഇതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യുകയാണ്. ഈ വേവിച്ച് വെച്ചിരിക്കുന്ന കപ്പയിലേക്ക് ചേർത്ത് കൊടുക്കാമേ. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാമേ. ഇതെല്ലാം നന്നായി മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇത് ഇതിലേക്ക് മാറ്റുകയാണ്. കപ്പ വേവിച്ചത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല സൂപ്പർ ടേസ്റ്റാണ് ഇത്. കടുകൊക്കെ പൊട്ടിച്ച് ചേർത്തുകൊണ്ട് നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അടുത്ത വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.